നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ എല്ലാവരെയും 4P ന്യൂസിൻ്റെ ഇന്നത്തെ ന്യൂസ് ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ പ്രദീപ് പ്രവങ്കര. 2021 ആദ്യത്തെ ലൈവാണിത്. ഇന്ന് 2021 ജനുവരി 2 ശനിയാഴ്ച. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം 4P ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് നടത്ത് സീഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവുമൊക്കെ നിങ്ങൾക്ക് അതിനെപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പറയുന്ന ഈ ലൈവ് സുഹൃത്തുക്കളൊക്കെ വന്നു തുടങ്ങിയിരിക്കും. സജി ജോസഫ്, നസീർ വടകര, ഗിരീഷ് കല്ലേരി, ഷിഹാസ് ജബ്ബാർ, നൂറിയ നൂർ, സൂസി ക്ലീറ്റസ്, ദിവ്യ, ശശികല, രാമചന്ദ്രൻ, തമ്പി വർഗീസ്, ഗോപിനാഥൻ, എല്ലാ പ്രിയപ്പെട്ടവരും, മുഹമ്മദ് അലി, എല്ലാവർക്കും സ്വാഗതം. ജോജു ജോസ്. നമുക്ക് ആരംഭിക്കാം അല്ലേ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അങ്ങനെ ഒരു പുതിയ വർഷം വലിയ പ്രതീക്ഷകളോടൊക്കെ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് നിറയുന്നത്. ആദ്യം ബഹ്റിൻ വൃത്താന്തങ്ങളിലേക്ക് പോകാം. കോവിഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിലവിൽ 352 പേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായത്. അതേസമയം രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു എന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്നലെ 238 പേരിലാണ് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 2192 152 പേർക്കാണ് രോഗമുക്തി ലഭിച്ചിരിക്കുന്നത്. നിലവിൽ 90,369 പേരാണ് രാജ്യത്ത് ആകെ രോഗമുക്തി നേടിയവർ. വാക്സിൻ സ്വീകരിക്കാനായി നിരവധി പേർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പതിയെയാണ് ഇത് നൽകി വരുന്നത്. അതിൻ്റെ സ്റ്റോക്കിൻ്റെ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സിനോഫാം വാക്സിനും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഫൈസർ വാക്സിനുമാണ് ബഹ്റൈനിൽ നൽകി വരുന്നത്. ഇതുവരെയായി 59,351 പേരാണ് രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചത്. രാജ്യത്ത് കോവിഡ് പശ്ചാത്തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവാസികൾക്ക് നേരത്തെ പിൻവലിച്ചിരുന്ന ആരോഗ്യ ഫീസ് സംവിധാനം 2 മാസം കൂടി തുടരുകയാണ്. 7 ദിനാറായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററുകളിൽ പ്രവാസികൾക്ക് ഈടാക്കിയിരുന്നത്. അത് 2 മാസം കൂടി ഗവൺമെൻറ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു നടപടിയായി അതിനെ കാണാം. നമുക്കറിയാം, വാക്സിൻ ധാരാളം പേർ ഇപ്പോൾ എടുക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് പോർട്ടൽ വഴി എടുക്കാം, മറ്റൊന്ന് നമ്മുടെ ബി അവെയർ ആപ്പ് വഴിയും. 2 രീതിയിൽ നമുക്ക് വാക്സിൻ്റെ രജിസ്ട്രേഷൻ എടുക്കാം. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. പുതുവർഷ ആഘോഷങ്ങളുടെ പേരിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരവധി പേർ ബഹ്റൈനിൽ ശിക്ഷയ്ക്ക് അർഹരായിട്ടുണ്ട്. പ്രധാനമായും റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ് മേഖലകളിലാണ് നിയമലംഘനങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. 2000 ദിനാർ വരെ പിഴ ശിക്ഷയും ചിലർക്ക് 1 വർഷം വരെ തടവ് ശിക്ഷയും ഒക്കെ ലഭിച്ചിരിക്കുന്നു. 10-ലധികം സ്ഥാപനങ്ങൾക്കാണ് അധികാരികൾ താഴിട്ടിരിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ 200-ൽ അധികം പേരെ പങ്കെടുപ്പിച്ചായിരുന്നു പുതുവത്സരാഘോഷങ്ങൾ നടന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും രോഗവ്യാപനമായിരിക്കുമെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഇത്തരം വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. എന്തായാലും വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളൊക്കെ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് വാക്സിൻ ഒരു ഭാഗത്തുണ്ടെങ്കിലും വൈറസ് നമ്മുടെ ചുറ്റുപാടും തന്നെ നടക്കുകയാണ്. അതിൻ്റെ അറ്റാക്കിൽ നിന്നും എങ്ങനെയെങ്കിലും തന്നെ മാറി നിൽക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രാജ്യത്ത് പൊതുമാപ്പ് സൗകര്യം അവസാനിച്ചിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത്, വിസയില്ലാതെ നിൽക്കുന്നവരെ പിടികൂടാനുള്ള കർശനമായ നടപടികൾ ഈ ആഴ്ച മുതൽ പ്രതീക്ഷിക്കാം. LMR അധികാരികൾ അത് നേരത്തെ അറിയിച്ചിരുന്നു. വിസയില്ലാത്തവർക്ക് മാത്രമല്ല, അത്തരം ആളുകൾക്ക് ജോലി നൽകുന്നവരും ബുദ്ധിമുട്ടിലാകും എന്ന് പറയേണ്ട കാര്യമില്ല. പിഴ മാത്രമല്ല, തടവ് ശിക്ഷയടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരം നിയമലംഘനത്തിന് ലഭിക്കുക. രണ്ടാമത്തെ കാര്യം, സ്വദേശിയുടെ കയ്യിൽ നിന്നും CR വാടകയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വാണിജ്യ മന്ത്രാലയം ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഇല്ലീഗൽ എന്ന് വളരെ ക്ലിയറായി അവർ പറഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച നിയമലംഘനങ്ങളും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും. 2-3 പേർ ഓൾറെഡി അത് പിടിച്ചു അവരെ ശിക്ഷകൾക്ക് വേണ്ടി വിധേയമാക്കിയിരിക്കുന്നു എന്നും അറിയുന്നു. എന്തായാലും വളരെ ശ്രദ്ധിക്കുക. ഈ ജനുവരി മാസം ആദ്യം കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് 5328 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. UK-യിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UK-യിൽ നിന്ന് വന്ന 37 പേർക്കാണ് കോവിഡ് വന്നിരുന്നത്. ഇതിൽ 11 പേരുടെ ഫലം ഇന്ന് വന്നു. അതിൽ ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 21 മരണങ്ങളാണ് COVID-19 കാരണമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ 3116 ആയിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4985 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 65,374 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 7,02,576 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,40,490 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതേസമയം കോവിഡ് വാക്സിൻ വിതരണത്തിൻ്റെ കാര്യക്ഷമത ഉറപ്പാക്കാനുള്ള ഡ്രൈ റൺ സംസ്ഥാനത്ത് ഇന്ന് പൂർത്തിയായി. തിരുവനന്തപുരം, പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകളിലാണ് ഡ്രൈ റൺ നടന്നത്. രാവിലെ 9 മണി മുതൽ 11 മണി വരെയായിരുന്നു ഡ്രൈ റൺ.
വാക്സിൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള നടപടികളുടെ റിഹേഴ്സലാണ് ഇന്ന് നടന്നത്. 3.25 ലക്ഷം ആരോഗ്യ പ്രവർത്തകരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് വാക്സിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാക്സിൻ വിതരണത്തിന് കേരളം പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറും ഇന്ന് അറിയിച്ചു. രാജ്യത്ത് എല്ലായിടത്തും കോവിഡ് വാക്സിൻ സൗജന്യമായിരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കിംവദന്തികൾക്ക് ജനങ്ങൾ ചെവി കൊടുക്കരുതെന്നും ആദ്യഘട്ടത്തിൽ 3 കോടി പേർക്കാണ് വാക്സിൻ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിതരണത്തിന്റെ ഭാഗമായുള്ള മോക്ക് ഡ്രിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഇന്ന് നടക്കുകയുണ്ടായി. വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് കോവിഷീൽഡിന് അനുമതി നൽകണമെന്ന ഉന്നതാധികാരി സമിതിയുടെ ശുപാർശ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിനും അനുമതി നൽകാൻ വിദഗ്ധ സമിതി ശുപാർശ നൽകിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് മോക്ക് ഡ്രില്ലിൽ ഭാഗവാക്കായി. വാക്സിനുകളുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കലാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. മോക്ക് ഡ്രിൽ പൂർത്തിയായതോടെ വാക്സിൻ വിതരണത്തിന് രാജ്യം സജ്ജമായിരിക്കുന്നു. അതേസമയം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കോവിഡ് വാക്സിൻ BJPയുടെ വാക്സിനാണെന്നും അത് താൻ സ്വീകരിക്കില്ലെന്നും ഇന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ ജപ്തി നടപടിക്കിടെ ദമ്പതികൾ തീ കൊളുത്തി മരിച്ചതുമായി ബന്ധപ്പെട്ട തർക്കഭൂമിയും വീടും മരിച്ച ദമ്പതികളുടെ മക്കൾക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ വിലക്ക് വാങ്ങിയതായിരുന്നു ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞത്. അതേസമയം വൈകുന്നേരത്തോടെ ബോബി വില കൊടുത്ത് വാങ്ങിയ തർക്കഭൂമി വേണ്ടെന്ന് നെയ്യാറ്റിൻകരയിൽ മരിച്ച ദമ്പതികളുടെ മക്കളായ രാഹുലും രഞ്ജിത്തും വ്യക്തമാക്കി. ഈ സ്ഥലം സർക്കാരാണ് തരേണ്ടതെന്നും പട്ടയം തരുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ നിയമപരമായി കോളനിയിലെ ഭൂമി വിൽക്കാനോ വാങ്ങാനോ സാധിക്കില്ല എന്നും പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിനെ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന വസന്ത എന്ന വനിത തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും സഹായിക്കാൻ തയ്യാറായ ബോബി ചെമ്മണ്ണൂരിനോട് വളരെ നന്ദിയുണ്ടെന്നും മക്കൾ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ തന്നെ വൈകുന്നേരം ഇവരെ വന്ന് കണ്ടപ്പോഴാണ് സഹായം നിരസിച്ച് മരണപ്പെട്ട രാജന്റെയും അമ്പിളിയുടെയും ഈ കുട്ടികൾ നിലപാട് വ്യക്തമാക്കിയത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് 2 മക്കളെയും കൊന്ന് പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവം ഞെട്ടലോടെയാണ് ഇന്ന് രാവിലെ മുതൽ കേരളം കേട്ടത്. സഫീർ എന്നയാളുടെ 11 വയസ്സുകാരനായ അൽത്താഫ് എന്ന മകനെയാണ് അച്ഛൻ തന്നെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ഇളയ മകനെയും കൊണ്ട് കുളത്തിൽ ചാടിയത്. ഇവിടെയൊന്നും സഫീറിൻ്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. അതിനുശേഷം ഇളയ മകനായ അൻഷാദിൻ്റെ മൃതശരീരവും കണ്ടെത്തി. ഓട്ടോറിക്ഷ തൊഴിലാളിയായ സഫീർ നിലവിൽ ഭാര്യയുമായി പിണങ്ങി കഴിയുകയാണ്. കുടുംബ പ്രശ്നമാണ് കുട്ടികളുടെ ജീവനെടുത്തത് എന്നും മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇയാൾ മാനസിക രോഗിയാണെന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട്. കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു കർഷകൻ കൂടി ഗാസിപൂരിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. കാശ്മീർ സിംഗ് ആണ് ആത്മഹത്യ ചെയ്തത്. രാവിലെയോടെയാണ് അദ്ദേഹം താൽക്കാലിക ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അദ്ദേഹത്തെ 38 ദിവസമായി നടക്കുന്ന സമരത്തിലെ 4ാമത്തെ കർഷകനാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇത് ഉൾപ്പെടെ 42 പേരാണ് സമരത്തിനിടെ ആകെ മരിച്ചിരിക്കുന്നത്. അതേസമയം 4-ാം തീയതി നടക്കാനിരിക്കുന്ന ചർച്ച പരാജയപ്പെടുകയും 5-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ 6-ാം തീയതി മുതൽ സമരം കടുപ്പിക്കുമെന്ന് കർഷക സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബൂട്ടാ സിംഗ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു പ്രായം. രാജീവ് ഗാന്ധി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം 8 തവണ ലോക്സഭാ അംഗമായിട്ടുണ്ട്. ബീഹാർ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹം എയിംസിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ നിന്നാണ് മരണപ്പെട്ടത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനും അതുപോലെ തന്നെ BCCI പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലിയെ ഇന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഗാംഗുലി ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായി എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കൊൽക്കത്ത വുഡ്ലാൻഡ്സ് ആശുപത്രിയിലാണ് ഇപ്പോൾ താരമുള്ളത്. വീട്ടിലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താരത്തിന് നെഞ്ഞുവേദന അനുഭവപ്പെട്ടത്. അദ്ദേഹം മരുന്നുകളോട് നന്നായി പ്രതികരിക്കുന്നുണ്ടെന്നും അപകടനില തരണം ചെയ്തു കഴിഞ്ഞുവെന്നും ഇന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ തോന്നുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം. റിൻസ ജോൺ, ഓൺലി എയർ ബബിൾ ഫ്ലൈറ്റ്സ് അവൈലബിൾ ടു. തീർച്ചയായിട്ടും ഇപ്പോൾ സാധാരണ നിലയിലുള്ള വിമാനങ്ങൾ തിരിച്ചെത്തിയിട്ടില്ല. എല്ലാം എയർ ബബിൾ കോൺട്രാക്റ്റ് ത്രൂ ആണ് ഇപ്പോഴും പോകുന്നത് കേട്ടോ. ഞാൻ പേരുകളൊന്ന് വായിക്കാം. മുഹമ്മദ് അലി, ജോജു ജോസ്, നിസാർ VP, ബേബി ജോൺ, ബഷീർ കുന്നത്ത്, ക്രിസ്റ്റഫർ, അർച്ചന, അതുപോലെ അമൽ നായർ, നൗഫൽ, ഷഫീഖ്, ചെന്താമര, സിജു, ബഷീർ കുന്നത്ത്, രാമകൃഷ്ണൻ, അമൽ നായർ, അബ്ദുൾ സത്താർ, ജിജിമോൾ, രാജീഷ്, രാജീവൻ, സോണി ജോസഫ്, മാത്യു ആലീസ്, മജോ ദേവസ്യ, സന്തോഷ് ഡാനിയൽ. ഈ വർഷത്തെ ആദ്യത്തെ വാർത്ത അബ്ദുൾ സത്താർ. അതെ. ഷംസുദ്ദീൻ, ഫിലോമിന ജോസഫ്, രജികുമാർ, അബ്ദുള്ള നടുകണ്ടി, കുഞ്ഞുമോൻ, ഷാഹുൽ ഹമീദ്, മോഹൻ ബോസ്, ദിനിൽ കുറുമ്പയിൽ, ബിജു കൂടാളി, ചെറിയാക്കര ഇട്ടിച്ചൻ. ഇട്ടിച്ചൻ ഇമെയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മളത് അന്വേഷിക്കുന്നുണ്ട്. ഇസ്മയിൽ, അതുപോലെ തന്നെ ഉമ്മർ CA, ആഷ രാജീവ്, അബ്ദുൾ സത്താർ. കേരളത്തിൽ ആരാധനാലയത്തിൽ മാത്രമേ നിയന്ത്രണമുള്ളൂ. ഓക്കെ. അതുപോലെ ഇട്ടിച്ചൻ വീണ്ടും നമസ്കാരം. ഉണ്ണി സുജിത്ത്, നിസാർ ഷാ, അബ്ദുൾ ജബ്ബാർ, ശശികല, ക്യാൻ യു ഫോർവേഡ് മീ 4 PM നമ്പർ? ഞാൻ അയച്ചു തരാം. മോഹൻ ബോസ്, അതുപോലെ ബിൻസീസ് കരിയ, എയർ ബബിൾ പറഞ്ഞു. ഓൺലി എയർ ബബിൾ. ഓക്കെ.
സ്റ്റീഫൻ തോപ്പിൽ, മഹേഷ് നിസാർ VP, ജീവൻ ജോസഫ്, സോണി KC, സുരേഷ് TK. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റായി വരിക, നമ്മളത് അന്വേഷിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസറും നമ്മൾ ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഇവിടെ അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് കമൻറ്റുകളുമായി വന്ന ഈ ജനുവരിയുടെ ആദ്യത്തെ ദിവസം തന്നെ കമൻറ്റുകളായി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വിടവാങ്ങിയാണ്. ഞാൻ പ്രദീപ് റോവങ്കര. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. ടേക്ക് കെയർ.